നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഫീൽഡിൽ വരെ വന്നതാണ്. കായെടുപ്പ് കഴിഞ്ഞ് നല്ല പോളയെല്ലാം പൊളിച്ച് ക്ലീൻ കവാത്തെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം പുതിയതായിട്ട് വരുന്ന ശരത്തെല്ലാം കാ ട്രോപ്പിക്കില്ലാതെ കാ പിടിക്കുന്നുണ്ട്. പിന്നെ കായുടെ സൈസ് ഉണ്ട്, നല്ല പുതിയ ശരത്തിലെ കാ നല്ല സൈസാണ്. പഴയ ശരത്തെല്ലാം നല്ല അരിമ്പും ഉണ്ട് കായ എടുത്തു കഴിഞ്ഞാണേലും. പിന്നെ പുതിയ വരുന്ന ശരത്തിൻ്റെ ആ ഒരു കരുത്ത് കണ്ടോ, നല്ല ഹൈറ്റ് വെയിറ്റിലാണ് പോകുന്നത്. ഈ ചെടികൾക്ക് ഇച്ചിരി അഡ്വാൻസാണ് ശരം സ്പീഡായിട്ട് ശരം വന്നിട്ടുണ്ട്. ബാക്കി എല്ലായിടത്തും നമുക്ക് ഈ ഒരു വളർച്ചയിലോട്ട് ശരം വന്നിട്ടില്ല. പിന്നെ പോള പൊളിച്ച് കവാത്തെടുത്ത് കഴിയുമ്പോൾ എല്ലായിടത്തും ഉള്ള പോലെ ഈ ഒരു കളർ ഫിസേറിയം പോലെ അത് 2 വെയിലടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ചെടി ഒരു പച്ചപ്പിലോട്ട് വരും. നമ്മൾ അതിനുകൊണ്ട് ഇപ്പം ഫംഗിസൈഡുകളൊന്നും പ്രത്യേകിച്ച് അടിക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോളയൊക്കെ പൊട്ടിക്കീറുന്ന പോലെ ഉണ്ടെങ്കിൽ ഫംഗിസൈഡ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇതിനൊക്കെ നമ്മൾ നല്ലപോലെ സ്യൂഡോമോണസ് അങ്ങ് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ആ കളറെല്ലാം പച്ചപ്പിലോട്ട് തന്നെ വന്ന ചെടി സെറ്റായിട്ട് നിന്നോളും. കവാത്ത് എടുക്കുമ്പോൾ ഇങ്ങനെ തെളിച്ച് കവാത്ത് എടുക്കണം. അതുകൊണ്ടാവും ഈ പഴയ പോളകളും എല്ലാം കളഞ്ഞ് ഈ ഒത്തിരി മൂത്ത തട്ടകൾ എല്ലാം പകുതി വെച്ച് വെട്ടിയും കളഞ്ഞ് നല്ലപോലെ വെട്ടം വെളിച്ചം അടിപ്പിക്കണം. അതടിച്ചെങ്കിൽ മാത്രം ഈ വരുന്ന ശരത്തിന് അറ്റം കൊത്തി പോകാതെയും ശരത്തിന് വെട്ടം വെളിച്ചം അടിച്ച് ഉണ്ടാകുന്ന കാ സെറ്റിങ്സും എല്ലാം അവിടുത്തെ നടക്കത്തുള്ളൂ കൃത്യമായിട്ട്. ആ ശരമൊക്കെ ഇപ്പോൾ തന്നെ ഒരു 7 അടിക്ക് മുകളിൽ ഹൈറ്റായി. അതിപ്പോൾ ഈ മഴ ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് പുതിയ ശരത്തിനാണ് അത് കൂടുതൽ ഒരു ഗുണം കിട്ടുന്നത്. നല്ലപോലെ പിഞ്ച് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മിത്ര ബാക്ടീരിയ എല്ലാം കൂടി ഒഴിച്ചു കൊടുത്തേക്കുന്നതാണ്. അതുകൊണ്ട് ഈ റൗണ്ടൊന്നും ഇതിന് ഫംഗിസൈഡുകളൊന്നും കൊടുക്കുന്നില്ല. ആ ബാക്ടീരിയകൾക്കൊരു ശോഷണം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. അത് നല്ല ആക്റ്റീവ് ആകുന്നിടം വരെ നല്ലപോലെ സ്യൂഡോമോണസ് അടിച്ചു കൊടുത്ത് ഈ ചെടി പച്ചപ്പിലോട്ട് കൊണ്ടുവരാനുള്ള പരിപാടികൾ ചെയ്യും. ഇപ്പം മരുന്നിൻ്റെ കൂടെ ഈ ക്യുക്സോൾ കൊടുത്താണ്. മരുന്നും ഒരു വളമായിട്ടാണ് കൊടുത്തത്. അതിൻ്റെ ആ ഒരു റിസൾട്ട് ആ ശരത്തെല്ലാം പുതിയ കായലും എല്ലാം കാണാനുമുണ്ട്. പുതിയ ശരത്തിൻ്റെ നീളമാണ് എൻ്റെ ലെങ്ത് കണ്ട എവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് നോക്കി. ലെങ്ത് കൂടുമ്പോഴത്തേക്കും അടിയിലത്തെ ഓരോ കായൊക്കെ ചിലപ്പോൾ പൊഴിഞ്ഞൊക്കെ പോകും. അത് പരമാവധി നീളം കെട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് സ്റ്റഡി ആയി കഴിയുമ്പോഴത്തേക്കും കാപിടുത്തത്തിലോട്ട് വരികയും ചെയ്തോളും, കാ പിടിക്കുകയും ചെയ്തോളും. ചില ചെടികൾക്കാണ് ഫിസേറിയം കൂടുതലായിട്ട് കാണുന്നത്. അതാ ഞാൻ ഇന്നലെ ആ വോയിസിനകത്ത് പറഞ്ഞ പോലെ ഓരോ വെറൈറ്റിയുടെ ഇനത്തിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടും നമുക്ക് വരും. ഞണ്ണാനിയാണെങ്കിൽ പോലും ആ ചെറിയ ചെറിയ ജനിതക മാറ്റങ്ങൾ കൊണ്ട് ആ ചെടിക്ക് ചില ചെടികൾക്ക് ഓള പൊളിച്ചിനും ഫിസേറിയും നമ്മൾ എന്നാ ഫംഗിസൈഡ് കൊടുത്താലും അതുപോലെ നിൽക്കും. ചിലതിനെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ലാതായിരിക്കും. നമുക്ക് ഈ ചിമ്പും ചാരവും കൂടി ഒന്നിച്ച് ഇങ്ങനെ ഉണ്ടായി വരണം. ഇതാ കഴിഞ്ഞ കൊല്ലം നമ്മൾ ആ സീസണിൽ ആ പഴയ ശരം ഇപ്പോഴും നിർത്തുമായിരുന്നു. ഇപ്പോഴും ഒത്ത കാ കിട്ടിക്കൊണ്ടിരിക്കേണ്ട അതൊരു നല്ല അരിമ്പും കണ്ടീഷനൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ ചിമ്പിൻ്റെ ശരത്തിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി അത് കുറേ ഒത്തിരി മൂത്ത ശരങ്ങളൊക്കെ കുറേ നമ്മൾ കണ്ടിച്ച് കളഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും സ്പീഡപ്പായിട്ട് പുതിയൊരു ജനറേഷൻ ചിമ്പും ശരമായിട്ട് ഇങ്ങനെ വന്ന് കിട്ടിയത്. പിന്നെ ഇത്ര അടഞ്ഞു നിൽക്കുന്ന ചെടിക്ക് ഇതുപോലത്തെ പുതിയ ചിമ്പ് ഉണ്ടാക്കി കിട്ടാൻ പാടാണ്. പിന്നെ എല്ലാം അങ്ങനെയുണ്ട്. പുതിയ ശരം വരുന്ന കൂടെ തന്നെ അതിൻ്റെ അടിയിൽ നിന്ന് ചിമ്പും കൂടി പൊട്ടുന്നുണ്ട്.
ഈ ചെടികൾ ഇപ്പോൾ കണ്ടു കഴിയുമ്പം ചാരം ഇങ്ങനെ അടുത്ത മുകളിൽ വെച്ചേക്കുന്നത് കണ്ടു കഴിയുമ്പോൾ ഇപ്പം കമൻറ്റുമായിട്ട് വരും കൊടൈക്കനാലാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കൊടൈക്കനാലൊന്നുമല്ല, നമ്മുടെ കേരളം തന്നെയാണ്. ഇപ്പോൾ കായ എടുത്ത് മാറിയതേ ഉള്ളൂ. കായ എടുത്ത് മാറി കവാത്തും എടുത്ത് ചെടിക്ക് ചുറ്റി ശാലം എല്ലുപൊടിയൊക്കെ കൂടിയിട്ട് മണ്ണിടാനായിട്ട് ചെടിയുടെ ചോട്ടിന് ശാലം ചപ്പ് മാറ്റി വെച്ചേക്കുന്നതാണ്. എല്ലാം ഈ അരിമ്പലൊക്കെ ഇത്രയും എടുത്ത് പോയതാണ്. ഇപ്പോഴും അരിമ്പ് നല്ല ഫ്രഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിട്ടും ഈച്ച കണ്ട്. ഇത് നിറച്ചും എടുക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ, കഴിഞ്ഞ ആഴ്ച എടുക്കുമായിരുന്നെങ്കിൽ നല്ല സെറ്റായിട്ട് തന്നെ. ഇതെല്ലാം 5-ാം വർഷ ചെടികളാണ്. ഇതിനകത്ത് എല്ലാ വർഷവും ഒരേപോലെ വിളവ്. എല്ലാ വർഷവും ഞാനിപ്പം തുടർച്ചയായിട്ട് 3-ാം വർഷം ഞാൻ നിങ്ങളെ ഈ ചെടികൾ കാണിക്കുന്നുമുണ്ട്. ഇതിനകത്ത് ഈ പുതിയ ശരം കംപ്ലീറ്റ് കായ്ക്കടി ആയി കഴിയുമ്പോഴത്തേക്കും ഈ തോട്ടം വേനൽക്ക് നമ്മുടെ സീസണിൽ നിൽക്കുന്ന പോലെ തന്നെ ഒരു കണ്ടാൽ സീസൺ ആരംഭം പോലെ ആകുന്ന കണ്ടീഷനുള്ള ശരങ്ങളാണ് ഇനി കൂടുതൽ അടിച്ച് വരാനായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് പറഞ്ഞ്, നീ കായുള്ള 1-2 ചെടി കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുമല്ലേ, ഇതുപോലെ ഒരു തോട്ടം മൊത്തം കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചേക്കുവാണ്. ഇത് ഒരു ചെടിയൊന്നുമല്ല, ഇതെല്ലാ ചെടിയും ഒരുപോലെ നിൽക്കുന്ന ചെടികളാണ്. ഇത് ഈ വർഷം മാത്രമല്ല, ഇത് തുടർച്ചയായിട്ട് 5-ാമത്തെ വർഷവും ഒരേ പോലത്തെ വിളവുമാണ്. ഇനി അടുത്ത വർഷത്തേക്കുള്ള ഇതിൻ്റെ അടിയിൽ നിന്ന് ചിമ്പ് പൊട്ടിക്കണം. അതിനുള്ള പരിപാടികൾ അടുത്തത് തുടങ്ങാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചപ്പെല്ലാം മാറ്റി നിർത്തിയേക്കുന്നത് ചെടി. ഇനി ഇതിന് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് എല്ലാം കൂടി ഇട്ട് മണ്ണിട്ട് കൊടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മിത്ര ബാക്ടീരിയകളുടെ കോമ്പോ അത് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ പുറമേ പണികൾ ഇതിന് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ പുതിയ ശരം എല്ലാം പൊട്ടി വരുന്നുള്ളൂ. ചടി ഞാൻ ആദ്യം കാണിച്ചെടുത്ത് കുറച്ച് അഡ്വാൻസായിട്ട് ശരം വന്നെങ്കിലും ഈ സൈഡിൽ ഇത്രയും ലൈവായിട്ട് ശരം കൂടുതലുള്ളത് കൊണ്ട് ആ പുതിയ ശരത്തിൻ്റെ വരവ് ശകലം സ്ലോ ആണ്. അതും ആ പുതിയ ചിമ്പും കൂടി ഒന്നിച്ചടിച്ച് വരുന്ന പോലെ ആണ് ഈ ചെടിയുടെ വരവ്. എല്ലാം കണിപ്പറമ്പനോ ഒന്നുമല്ല, എല്ലാം ഞെള്ളാനി ചെടികൾ തന്നെയാണ്. അത് ഇതിൻ്റെ ഓണർ പുള്ളിക്കാരനും നമ്മൾ പറയുന്നതിനെക്കാട്ടിലും അഡ്വാൻസാണ് കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു കാര്യം അങ്ങോട്ട് മനസ്സിൽ അത് ചെയ്യാമെന്ന് ഓർക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി നമ്മളോട് അത് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ പാകത്തിന് ഉള്ള ഒരു അഡ്വാൻസാണ് ഇതിൻ്റെ ഓണറും. അതുകൊണ്ടാണ് ഈ ചെടികൾ ഇതുപോലെ നിൽക്കുന്നത്. അത് നല്ലപോലെ പൈസ മുടക്കി തന്നെയാണ് ഈ ചെടികൾ ഇങ്ങനെ നിർത്തിയേക്കുന്നത്. അല്ലാതെ ഒന്നും ചെയ്യാതെ ചുമ്മാ നാച്ചുറലായിട്ടുള്ള വളർച്ചയാണെങ്കിൽ ഒന്നും കാണത്തില്ല. ഇത് പിസേറിയും കയറി തകർത്ത് തരിപ്പണമായി പോകത്തുള്ളൂ. ഇതിൻ്റെ ഉദാഹരണം, ഇതെല്ലാം നല്ല കണ്ടം പോലത്തെ സ്ഥലമാണ്. ഇത് മണ്ണൊക്കെ ഇട്ട് ഒരു മരം പോലും ഇല്ലാത്തടത്ത് ഇതുപോലെ പ്ലാവിൻ്റെ മരത്തൈകൾ വെച്ച് ഷെയ്ഡാക്കി എടുത്താണ്. ഈ വർഷമാണ് ഈ ചെടിയുടെ മണ്ടയിൽ ഈ ഷെയ്ഡായാലും ഉണ്ടാകുന്നത്. അതിന് മുമ്പ് നേരിട്ടടിക്കുന്ന വെയിൽ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വെയിൽ അടിച്ചുകൊണ്ടിരുന്ന സ്ഥലവുമാണ്. അതിൻ്റെ ഉദാഹരണത്തിന് ഇതിൻ്റെ തൊട്ട് ബൗണ്ടറിക്ക് അപ്പുറം നിൽക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ഇത് ഭയങ്കര പണി പണിതൊക്കെ ഇത് മൊത്തം വെട്ടി കളച്ച് അതിനകത്തൊക്കെ നിൽക്കുന്ന ചെടി നിൽപ്പുണ്ടെന്നേ ഉള്ളൂ, ഒരു കാര്യമില്ല. അവരുടെ ചിലവും ഈ ചിലവുമായിട്ട് നോക്കുമ്പോൾ വലിയ ചിലവിലൊന്നും കുറവുമില്ല. അശാസ്ത്രീയമായിട്ടുള്ള ചെയ്തുകളാണ് ഈ ചെടിയുടെ പരിപാടി തീർത്ത് കളയുന്നത്.
ഇപ്പോൾ ഒരു കവാത്തൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെടിക്ക് നല്ല ഒരു പോള പൊളിച്ചിട്ട് പോലെയും ഒരു ഗ്രീനസ് കുറവുണ്ട് ചെടിക്ക്. അതിനുള്ള പരിപാടികൾ ഇനി അടുത്ത പടിയായിട്ട് നല്ല ഫംഗിസൈഡുകൾ അടുത്ത് പിന്നെ സ്പ്രേ പോവും. അത് കഴിഞ്ഞിട്ട് ബയോ മണ്ണി കൊടുക്കും. ഈ ഓരോ ചെടിയുടെയും ഒരു ഷേപ്പ് ഉണ്ടോ, ഓവറായിട്ട് ചിമ്പുകൾ ഇല്ല. എല്ലാം ഒരു 50 ചിമ്പ് ആവറേജ് ചിമ്പാണ്. ഒരു ചിമ്പിൽ തന്നെ 4 ശരവയിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ട് നമുക്ക് ശരവം ഉണ്ടായി കിട്ടിയേക്കുന്നത്. അല്ലാതെ ഈ ചെടിക്ക് ഓവർ വലിപ്പമാണെങ്കിൽ ഇത് വെജിറ്റേറ്റീവ് ഗ്രോത്ത് അങ്ങോട്ട് കൂട്ടി ചെടി അങ്ങോട്ട് കയറി അടഞ്ഞ് നമുക്ക് ഈ ഒരു കായ്ഫല ഒന്നും കിട്ടത്തില്ല. ചിമ്പ് കൂടുതലടിച്ച് അങ്ങനെ അങ്ങ് നിൽക്കത്തുള്ളൂ. ഇത് അങ്ങനെയല്ല. ആ ചെടിക്ക് ഉള്ള തട്ടയ്ക്ക് ആരോഗ്യവും ഹൈറ്റും വെയിറ്റും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ശരം ഇതെല്ലാം ഇതിനകത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. ഈ ശരമൊക്കെ നല്ല നീളത്തിലുള്ള ശരങ്ങളാണ്. ഇപ്പം കായ എടുത്ത് മാറിയതേ ഉള്ളൂ. കായ എടുത്തിട്ട് എടുത്ത മുറിപ്പാട് സഹിതം കണ്ടോ, പുതിയ ശരത്തെ ഡ്രോപ്പില്ലാതെ കായ പിടിച്ചേക്കുന്നത് കണ്ടോ. ഈ കഴിഞ്ഞ 3ാമത്തെ റൗണ്ട് എടുപ്പായിരുന്നു. 3ാമത്തെ റൗണ്ട് എടുപ്പിന് ഒരു 300 കിലോയ്ക്ക് മുകളിൽ ആവറേജ് കായ എടുത്ത ചെടികളാണ് ഏക്കറിന്. ഇത് കഴിഞ്ഞ റൗണ്ടും അതുപോലെ തന്നെ കിട്ടിയതാണ്. ഇനി അടുത്ത ഒരു റൗണ്ടും അതുപോലെ അരിമ്പും കായും ഉണ്ട്. കായയുടെ സൈസും കണ്ടോ. അത് ആ കൊടുക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി. പിന്നെ ഇന്നത്തെയൊക്കെ പൂ കണ്ടോ. ഇന്നലെ വരെ നല്ല മഴയുണ്ടായിരുന്നു. ഇന്ന് നല്ല വെയിലായി, തെളിച്ചുമായി. ഇനി അടുത്ത ആഴ്ച 2-3 ദിവസം കൂടിയൊക്കെ മഴ പറയുന്നുമുണ്ട്. ഇനിയും ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാപിടുത്തം എല്ലാം ഒരു വഴിക്ക് നടക്കും. അതിൻ്റെ റൂട്ടൊന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് അടുത്ത ഒരു ജനറേഷൻ ചിമ്പടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത പടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത വർഷത്തേക്കുള്ള ഒരു ആദായം കൂടി ബാലൻസ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇതുപോലെ നമുക്ക് പുതിയ ചിമ്പുകളും കൂടി ഉണ്ടായി വരണം. അതിനുള്ള പണിപ്പുരയിലാണ് ഞങ്ങൾ. എല്ലാം കഴിഞ്ഞ വേനൽക്കത്തെ പഴയ ശരമാണ്. അതുകൊണ്ട് അതിൻ്റെ അറ്റത്ത് അരിമ്പും കായും ഉണ്ട്. അത്രയും കായൊക്കെ എടുത്ത് മാറി ഒത്തിരി പഴയ ശരങ്ങളാണ്. ഇതിലൊക്കെ എടുത്തു പോയ കായെന്നൊക്കെ പറഞ്ഞാൽ ഈ ഇത്രയും വലിയ ശരമാകുമ്പോൾ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടൊക്കെ 2-3 കായൊക്കെ ചിലപ്പോൾ ഡ്രോപ്പായി പോയിട്ടുണ്ടായിരിക്കും. എങ്കിലും അത്രയും ഈ വേനലിനെ പ്രതിരോധിച്ച് അത്രയും അരിമ്പുകളുള്ള ഒരു ശരം ഉള്ള ചെടികളില്ല. ഇപ്പം ഞങ്ങളുടെ വണ്ടമ്മയുടെ ഏരിയയിലൊക്കെ ഇങ്ങനത്തെ ശരമെല്ലാം ഉണങ്ങി ചൂട്ട് പോലെ ആയിപ്പോയി. അതുകൊണ്ട് വിത്തലൊക്കെ ഇത്രയും പിടിച്ചു കഴിഞ്ഞപ്പോഴും അതിൻ്റെ അരിമ്പ് ഫ്രഷായിട്ട് അടുത്ത കായ്ക്ക് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടിക്കുന്ന വെയിലാണ്. ഇതിപ്പോൾ 4:30 ആയി സമയം. ഇപ്പം വെയിൽ കണ്ടോ, ഒരു സൈഡിൽ നിന്ന് ചെടിയുടെ ചുവട്ടിലടിക്കുന്നത്. ഇതിൻ്റെ നല്ല കർഷകനായാൽ ഇങ്ങനെ വേണം. ഒരു ശകലം പോലും സ്ഥലം വേസ്റ്റാക്കാതെ. ഇതിൻ്റെ ഇടവഴി തൈച്ചെടി ഇട്ടിരുന്ന അത് പറിച്ച് നേഴ്സറി അത് പറിച്ച് എടുത്തു കഴിഞ്ഞിട്ട് മിച്ചം കിടന്ന സ്ഥലത്ത് ഇതുപോലെ വാഴ വെച്ചാണ്. ആ വാഴയുടെ കായുടെയൊക്കെ മുഴുപ്പുണ്ട്. പിന്നെ ഇത് ശകലം മൂപ്പായി വരുന്നുള്ളൂ. അത് ശകലം കൂടി എളുപ്പം. അതൊക്കെ ഒരുമാതിരി മൂപ്പായി വരുന്ന വാഴ. ഇങ്ങനെ റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ മുളക് കൊടി വെച്ചേക്കുകയാണ്. പുള്ളി ഒരു ഏലം മേഖല മാത്രമല്ല, പുള്ളി എല്ലാ മേഖലയിലും കൈവച്ച ഒരു വ്യക്തിയാണ്. പുള്ളി അവിടെ കുടയിൽ ഇഞ്ചി കൃഷിയുണ്ട്. അതിൻ്റെ ആ വിത്ത് ഡാമേജ് ആയതൊക്കെ കൊണ്ടുവന്ന് ചുമ്മാ ഇവിടെ നട്ടതാണ്. അതും കുറച്ച് ഇഞ്ചിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതിനെ അടിക്കുന്ന മരുന്നുകളൊക്കെ അടിച്ച് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത് നല്ല വെയിലടിക്കുന്ന ഒരു പ്രദേശമാണ്. കംപ്ലീറ്റ് പുതിയ പ്ലാവും തൈയും കർണയൊക്കെ വെച്ച് ഷെയ്ഡാക്കി എടുത്താൽ ഇപ്പോൾ എല്ലാം വെട്ടി നിർത്തിയേക്കാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഈ ഒരു ചെടിയൊക്കെ കഴിഞ്ഞ വേനൽക്കാലത്ത് പിടിച്ചു നിന്നെന്ന് പറഞ്ഞാൽ ഈ അതുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടിക്കുന്ന വെയിലാണ്. എന്നിട്ട് അതിന് ഒരു ശരത്തിനോ കായ്ക്കോ ഒന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇപ്പോൾ കായ എടുത്ത് പോയതാണ്.
അതിൻ്റെ ആരോഗ്യം അതുപോലെ നിന്നതിൻ്റെ കാര്യം ആ റൂട്ട് കൃത്യമായിട്ട് കംപ്ലൈൻ്റ് ഇല്ലാതെ അതിൻ്റെ വേരുകൾ നിന്നുകൊണ്ടാണ്. ആ വേര് നിലനിർത്താൻ വേണ്ടി വർഷത്തിലൊരു 3-4 പ്രാവശ്യമായിട്ടും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ, ചൂട് കൂടിയ സ്ഥലങ്ങളിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യും. മൊത്തം കെമിക്കലുകളല്ല, അതിന് മിത്ര ബാക്ടീരിയകൾ തൊട്ട് എങ്കിൽ പ്രശ്നം രൂക്ഷമായിട്ടുള്ള സമയത്തെല്ലാം കെമിക്കലും കൊടുക്കും. എനിക്ക് എന്നാണേലും ഇഷ്ടപ്പെട്ട പുള്ളിയുടെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഉള്ള ഈ വാഴയാണ്. അതിൻ്റെ ആ വാഴയുടെ ആ കായുടെ ആ സൈസ്, മുഴുപ്പ്, അതിൻ്റെ ആ വലിപ്പം, അത് അതിൻ്റെ എല്ലാം ഉപരി ഈ വാഴയ്ക്കൊന്നും ഒരു മുട്ടോ ഒരു കയറുകെട്ടോ ഒന്നുമില്ലാതെ അത്രയും വെയിറ്റുള്ള ആ വാഴക്കൊലകൾ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെയൊക്കെയാണെങ്കിൽ കാറ്റ് പഠിച്ച് തലയും കുത്തി താഴെ കിടക്കും. അതിൻ്റെ നട്ടലിന് സഹിതം നല്ല ബലമുണ്ടെന്നുള്ളതാണ് ആ വാഴയുടെ. നല്ല ഹൈറ്റും ഉണ്ട്. അത്ര ഹൈറ്റ് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് അത്ര വലിയ കൊലകളും ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഉടമസ്ഥനെ വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിയെ കാണിക്കാത്തതും പരിചയപ്പെടുത്താത്തതും. ഇതിൻ്റെ നടുക്കൂടി ഇങ്ങനൊരു തോടുണ്ട്. ഇതിങ്ങനെ ഒഴുകി ഡാമിലോട്ട് പോകുന്നൊരു തോടാണ്. ഇതിൻ്റെ ഇടഭാഗമൊക്കെ കുറേ ഇടിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളി സ്വന്തമായിട്ട് കെട്ടി എടുത്ത, കല്ല് കെട്ടി എടുത്ത തോടാണിത്. ഇതിലൊരു പന്നീർ കൊണ്ട് കൊടിയാണിത്. ഇപ്രാവശ്യം ഇച്ചിരി വിളവ് കുറവാണ്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ ചെടികളായി. ഇങ്ങനെ ചെടി വീഡിയോ എടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. ഇന്ന് മൊത്തം വീഡിയോ എടുത്താലും പറഞ്ഞാലും തീരത്തില്ല. ഈ സൈഡ് ഈ കാനക്കിപ്പുറം കംപ്ലീറ്റ് ശരം എടുത്ത് അകത്ത് വെച്ചു. അപ്പുറം സൈഡ് ശരം എടുത്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് അത്രയും കൂടി നീളത്തിൽ ലെങ്തായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെ ഇങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോഴത്തേക്കും ചെടിശാലം ഇരുണ്ട് അടഞ്ഞിട്ടുണ്ട്. അത് പഴയ തട്ട ഒന്നും കൂടി മണ്ട വെട്ടിക്കളയും. ശകലം മിച്ചറായ തട്ടകളെല്ലാം കളയും. തട്ടകളുടെ എണ്ണം കുറച്ച് നിർത്തും. ഒത്തിരി വാഴിച്ച് ചെടി നിർത്തുകയില്ല. എങ്കിലും ഇതിനകത്ത് വെട്ടം വെളിച്ചം കയറി ഈ കാവിടുത്തം നല്ല രീതിയിൽ നടക്കത്തുള്ളൂ. ഇനിയും വേനൽക്കാലമാണ് വരുന്നത്. അതുകൊണ്ട് ശകലം അടഞ്ഞു നിന്നാലും കുഴപ്പമില്ല എന്നോർക്കും. പക്ഷേ അടുത്ത വർഷത്തേക്കുള്ള ചിമ്പിനെ ഭയങ്കരമായിട്ട് ബാധിക്കും, വെട്ടം വെളിച്ചം കിട്ടിയില്ലാലും. ഇപ്പോൾ കാ എടുത്ത് പോയതുകൊണ്ടാണ് ഇതുപോലെ തെളിഞ്ഞ് നിൽക്കുന്നത്. ഇതെല്ലാം ഒരു 2 ആഴ്ച കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാ 3-4 കാ ആഴ്ച ഒരു കാ വെച്ച് കയറ്റും. അതിനുള്ള സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കും. അതുകൊണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ കായ്ക്ക് ഇച്ചിരി കളറ് കുറവാണ്. പക്ഷേ കായുടെ സൈസും അരിമ്പും കണ്ടോ. ഇത്ര അരിമ്പുള്ളപ്പം കാ പിടിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ പുതിയ ശരത്തിൻ്റെയൊക്കെ ലെങ്ത് നീളം കണ്ടോ, എല്ലാം എന്നെക്കാട്ടിലും പൊക്കമുണ്ട്. അല്ല, അതിനകത്തുകൂടി തന്നെ ഇരിക്കട്ടെ. ചെടിക്ക് ഇത്ര ഹൈറ്റ് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ശരത്തിന് ഇതുപോലെ നീളം കിട്ടിയേക്കുന്നത്. ശരത്തിന് അത്ര നീളം കൂടുമ്പോൾ തന്നെ നമുക്ക് ഉൽപ്പാദനത്തിൽ തന്നെ ഇരട്ടിയാവും. ഈ ചെറിയ നീളം കുറഞ്ഞ ശരത്തിൻ്റെ 3 ഇരട്ടി കാ നമുക്ക് നീളമുള്ള ശരത്തിൽ നിന്നുണ്ടാകും. ഇപ്പോൾ ഇതുപോലെ പുതിയ ശരം വരുമ്പോൾ കണ്ടോ, അതിൻ്റെ ആ തെളിച്ചം കണ്ടോ, ഈ ഒരു തെളിച്ചം കിട്ടണം. ഇത്തരമാണ് ശരം കുത്തിപ്പോകാനും ചൊറി ഉണ്ടാകാനും എല്ലാം ഉള്ള ഈ ഒരു സമയമാണ് പുതിയ ശരം മണ്ട കുത്തി പോകുന്നതും ചൊറിപ്പേനൊക്കെ കയറി കഴിഞ്ഞാൽ ആ ശരത്തിൻ്റെ ഷേപ്പേ പോയി. അത് വരാതെ നോക്കണം. നല്ല പോലെ മരുന്ന്, നല്ല കോമ്പിനേഷൻ മരുന്നുകൾ കൃത്യം
ടൈമിങ്ങിൽ. അത് നമ്മൾ ഒത്തിരി 25-30 ദിവസമൊന്നും പോകരുത്. നമ്മൾ ശാലം അഡ്വാൻസ് ചെയ്ത് തന്നെ നിൽക്കണം. ഈ ശാലം ഒരു പൂർണ്ണ വളർച്ചയിൽ എത്തുന്നിടം വരെ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിനകത്തെ ഒരു മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഈ കായുടെയൊക്കെ ഒരു മുഴുപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കൈയുടെ വിരൽ ഇത് ആദ്യത്തെ ആ ഒരു കാ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കുന്ന ആ കായുടെ മുഴുപ്പുണ്ട്. ഒരു 12 mm വലിപ്പമാണ് ഈ കായ്ക്ക്. ഇതിൻ്റെ വലിപ്പം ഇങ്ങനെ വീഡിയോക്കകത്തുകൂടി കണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതിൻ്റെ താഴ്ഭാഗത്ത് പിടിച്ചേക്കുന്ന കായാണ്. ഇതൊരു പുതിയ ശരമാണ്. അതിൻ്റെ നീളം കണ്ടോ, ഇതൊരു 8 അടിയായാലും നീളമുണ്ട്. ഇനി പോരുവാണ്. അതിൻ്റെ അരുമ്പൊന്നും തല പോയിട്ടുമില്ല, ഇനി അതങ്ങ് നീണ്ടു പോകും. അതാണ് സമയക്രമം. സമയത്ത് കൊടുക്കുന്ന ഹോർമോണുകളുടെ റിസൾട്ടാണ് ഈ കാണുന്ന ശരത്തിലെ കായയുടെ സൈസും അതുപോലെ തന്നെ ആ അരുമ്പിൻ്റെ തെളിച്ചവും ആ ശരത്തിൻ്റെ നീളവും എല്ലാം. എൻ്റെ യൂട്യൂബിനകത്ത് തന്നെ ഈ സമയത്ത് ഇതുപോലെ ചിമ്പുണ്ടായി നിൽക്കണം എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ കാണിച്ച ആ തോട്ടം തന്നെയാണ്. ആ ചിമ്പയിൽ നിന്ന് ഉണ്ടായി വന്നേക്കുന്ന ശരങ്ങളാണ് ഈ കാണുന്ന ശരങ്ങളും. അത് പുറകോട്ടുള്ള എപ്പിസോഡുകൾ മറിച്ച് നോക്കിയാൽ കാണാം. ഇപ്പം സമയം തീരെ കുറവുള്ളത് കൊണ്ടാണ് എന്നും വീഡിയോ ആയിട്ടൊന്നും ഇറങ്ങാത്തതും. അപ്പോൾ സമയം 22 മിനിറ്റോളമായി. അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ശരം ഇങ്ങനെ പൊക്കി വെക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം, ഒന്നാമത് ഈ ശരത്തിന് ചവിട്ട് കിട്ടുകയില്ല. പിന്നെ ഈ ചുറ്റി നിൽക്കുന്ന ചിമ്പിനെല്ലാം വെട്ടം വെളിച്ചം കിട്ടി നമുക്ക് പെട്ടെന്ന് അകത്തുനിന്നൊരു ചിമ്പടിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി കൂടി ആ ചെടിക്ക് ഉണ്ടാകും. പിന്നെ മണ്ണൊക്കെ കയറ്റി കൊടുക്കാനും ആ ശരമൊന്നും മൂടി പോകത്തുമില്ല, ഒന്നുമില്ല. ഇതുപോലെ വെട്ടം വെളിച്ചടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റെപ്പ് ചിമ്പും കൂടി അടിച്ചു വരും. ശരം പണിയാണ്. ഇതെടുത്ത അകത്തോട്ട് വെച്ച് പോകണതിൽ ഒടിയാതെ ഇങ്ങനെ വളച്ച് എടുത്ത് വെക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.